നീറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തില് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലാണ് ഇപ്പൊ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. നേരത്തെ സുപ്രീം കോടതിയാണ് CJPയെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്ടത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും സുപ്രീം കോടതി പറയുന്നു ഇതിൽ കേസുകളിൽ അന്വേഷണം തുടരാമെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അറസ്റ്റ് നടപടികൾ പാടില്ല, എന്നാൽ ഇത് കുറ്റകൃത്യ ചരിത്രമുള്ളവർക്ക് ബാധകമല്ല. അണ്ടർലൈൻഡ് ആണ് ആ ഒരു വാക്ക്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലമുള്ളവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ആ ചരിത്രമില്ലാത്ത, കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പശ്ചാത്തലമില്ലാത്ത 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കണം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ച വാക്കുകളിലൂടെ സുപ്രീം കോടതി പറയുന്നു. സുപ്രീം കോടതി ഇത് പറഞ്ഞതിന് ശേഷം CJP അതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം CJPയുടെ സൗരവ് ദാസ് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവരുടെ പ്രൊട്ടസ്റ്റിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതും നമ്മൾ കണ്ടതാണ്. ആ വിദ്യാർത്ഥികൾ അവിടെ ഇരുന്ന് സമരം നടത്തുമ്പോൾ അതിൽ പെട്ടവരാരും ആന്റി സോഷ്യൽ ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പോ അവര് വന്നിട്ട് പറയുന്നു വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കണം. ഇതുവരെ അവരും സർക്കാരും തമ്മിലുണ്ടായിരുന്ന എന്തായിരുന്നു ഒരു ബോണ്ടിൽ ആ ഒരു പ്രതിഷേധം നിർത്തിയതിന് കാരണമായത് അത് മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതായത് വീണ്ടും ഒരു പ്രതിഷേധത്തിനുള്ള കളം ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ഇത് ഒരുക്കുകയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിപ്പോ നമ്മുടെ കിരീടം സിനിമയില് കീരിക്കാടൻ ജോസിനെ യാദൃശ്ചികമായിട്ട് പരാജയപ്പെടുത്തിയ മോഹൻലാലിനെ തോളിലേറ്റിക്കൊണ്ട് കുറെ പേര് നടക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്തും കുറെ ആൾക്കാർ ഇവരുടെ ആന്റിസിഡൻസോ ഇവരുടെ ആദർശങ്ങളോ ഐഡിയോളജിയോ എന്താണെന്നും തിരക്കാതെ ഇവരുടെ ഈ വിഡ്ഢിത്തങ്ങൾ, ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളുമായ പൊരുത്തക്കേടുകളെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ ജെൻസി എന്നും പറഞ്ഞ് ഇവരെ താലോലിക്കാനും താരാട്ടുപാട്ടാനും കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞ വിഷയത്തില് നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വിഷയത്തിൽ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള, അതായത് ഇവര് തമ്മിലുള്ള ചർച്ചയിൽ, കേന്ദ്രവും വിദ്യാർത്ഥികളും തമ്മിലുള്ള ചർച്ചയിൽ അത് പരിഹരിച്ചു. അതിനെ തുടർന്ന് അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം കേന്ദ്രത്തിന് സ്വാഭാവികമായും, അതിപ്പോ മോദി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു രാജ്യത്തും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനിടയിലേക്ക് ഇവർ വന്നിട്ട് വീണ്ടും പറയുന്നതാണ് ഇവിടെ സംശയം ഉണ്ടാക്കുന്നത്. ചർച്ച നടത്തിയ ആരുമായിട്ടാണ്? രാഷ്ട്രീയ നേതൃത്വം ഭരണകൂടവുമായിട്ടാണ് ചർച്ച നടത്തിയത്. എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഈ ഭരണം മുന്നോട്ട് പോകുന്ന 3 തൂണുകളിന്മേലാണ്: പാർലമെന്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. അത് 3 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിങ്ങുകളാണ്. അവയെടുക്കുന്ന തീരുമാനങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നടപ്പിലാക്കുന്ന ബോഡിയാണ്. അവരുമായിട്ടാണ് ഇവർ ചർച്ച നടത്തിയത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണം ഇവര്. ഇതെല്ലാം ഈ ഭരണഘടനയുടെ 3 സ്തംഭങ്ങളാണ്. ഈ സ്തംഭങ്ങളിൽ ഒന്നിനോട് ചർച്ച നടത്തി അവർ പറഞ്ഞു ഞങ്ങൾ കേസ് എടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് കേസുകൾ തുടരാം എന്നുകൂടാതെ ഈ CJPക്കാർക്ക് വലിയ ഒരു സൗജന്യം, മഹാമനസ്കത സുപ്രീം കോടതി കാണിച്ചു. അതായത് കുറ്റവാളികളുടെ പശ്ചാത്തലമില്ലാത്ത 18 വയസ്സിന് താഴെയുള്ള സകലമാന പേരെയും വിട്ടയക്കണം. അവർക്ക് സ്വതന്ത്രമായി സമാധാനപരമായി സമരം നടത്താൻ ഒരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ പറയുന്ന ജെൻസി അനുകൂലമായിട്ടുള്ള ജനാധിപത്യ ഭരണകൂടത്തിന്റെ തീരുമാനമാണ്. ചൈനയിൽ ഇത് നടക്കത്തില്ല, അടിച്ചപ്പോൾ അമർത്തും. നമ്മൾ കണ്ടതാണ് ടിയാനമെൻ സ്ക്വയറില്, മറ്റു സ്ഥലങ്ങളിലും. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ കാണുന്നത്. പിന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അവർ വീണ്ടും ക്രൈംസ് ചെയ്യും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പൊതുമുതൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അത് നശിപ്പിച്ചത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിൽ ഈ ജെൻസിയും ഉൾപ്പെടും.
ആ ജൻസിയിൽപ്പെട്ട വിഭാഗങ്ങളുടെയും സ്വത്ത് നശിപ്പിച്ച് കളയാനുള്ള അധികാരം ഒരു പ്രക്ഷോഭകാരിക്കുമില്ല. ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ദീപ്തി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗരവ് ദാസും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. പക്ഷേ അവരൊരു സമരം നയിക്കുമ്പോൾ അതിൻ്റെ റെഗുലേഷൻ, അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അല്ല ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരാണ്. നിങ്ങളൊരു പ്രക്ഷോഭം നയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. അദ്ദേഹമല്ല നീറ്റ് പരീക്ഷ നടത്തിയത്, അദ്ദേഹമല്ല അതിന് ക്വസ്റ്റ്യൻ ഇട്ടത്, പരീക്ഷ നടത്തിയതും ഇൻവിജിലേറ്ററും അല്ല, അദ്ദേഹം മന്ത്രിയാണ്. പക്ഷേ മന്ത്രിക്ക് ഇത് നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇത് അതായത് ഒരു കറപ്ഷൻ ഇല്ലാതെയാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നിയന്ത്രിച്ചല്ലോ അദ്ദേഹം. ഏറ്റവും മാന്യമായിട്ടും ഒരു കുറ്റവും ഒരാൾക്കും ഇന്ന് വരെ ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത വിധവും ആ പരീക്ഷ തന്നെ നടത്തി കഴിഞ്ഞല്ലോ. അത് പരിഹരിച്ചല്ലോ. ഒരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു പരിഹാരത്തിന് വീണ്ടും പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലായിരുന്നോ സമരം? ഇതുതന്നെ ഈ സമരക്കാരുടെ വിവരക്കേടിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോ അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഈ ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭം നടത്തും. ആരോട്? നിങ്ങൾ സുപ്രീം കോടതിയോടെ പ്രക്ഷോഭം നടത്തുമെന്ന്. ആ സുപ്രീം കോടതിയോട് നിങ്ങൾ പ്രക്ഷോഭം നടത്തുമ്പോൾ എന്താണ് ഈ രാജ്യത്ത് നഷ്ടമാകുന്നത്? ജനാധിപത്യമാണ് നഷ്ടമാകുന്നത്. ഇതിന്റെ അടിസ്ഥാന തൂണായിട്ടുള്ള ആ തൂണിനെതിരെ നിങ്ങൾ സമരം നടത്തുന്നു, അതിനെ വെല്ലുവിളിക്കുകയാണ്, വെരുട്ടുകയാണ്. എനിക്ക് അഭിജിത്ത് ദീപ്കയോട് പറയാനുള്ളത്, സൗരവ് ദാസിനോടെയും പറയാനുള്ളത്, ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് വിചാരിച്ച് എപ്പോഴും ഈ ചക്കകൾ വീഴുമ്പോൾ മുയലുകൾ ചത്തുകൊള്ളണമെന്നില്ല. നിങ്ങളുടെ അന്ന് അത് ജയിച്ചു എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ കൊടും ഭീകരനെ കാണ്ഡഹാർ വിമാനത്താവളത്തിലേക്ക് വിമാനം ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് നമുക്ക് റിലീസ് ചെയ്യേണ്ടി വന്നു. BJP ഗവൺമെന്റ് ആയിരുന്നു, വാജ്പേയിയുടെ ഗവൺമെന്റ്. എന്തുകൊണ്ട്? ഇന്ത്യയിലെ ജനങ്ങൾ, അവരുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കളെ ഇപ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അവർക്ക് അവരുടെ ബന്ധുക്കളാണ് കാര്യം, അതുകൊണ്ട് അത് ചെയ്തു എന്ന് പറയുന്നത് പോലെ അഭിജിത്ത് ദീപ്കെയും സൗരവ് ദാസും ഉൾപ്പെട്ട മൂവർ സംഘം നടത്തിയ ഈ സമരത്തിനിടയിലേക്ക് അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു ഖാലിസ്ഥാൻ തീവ്രവാദികൾ, പാകിസ്ഥാൻ തീവ്രവാദികൾ. അതുപോലെ തന്നെ ആസാദി പ്രക്ഷോഭം ഷാഹിൻബാദിൽ 3 മാസത്തോളം നടത്തി ഈ രാജ്യത്തെ സ്തംഭിപ്പിച്ച ഹൈജാക്ക് ചെയ്ത പ്രക്ഷോഭകർ. അതുപോലെ തന്നെ കർഷക പ്രക്ഷോഭത്തിന്റെ പേരിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ മഞ്ഞക്കൊടി സ്ഥാപിച്ച ഖാലിസ്ഥാൻ ഭീകരവാദികൾ. അതിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ അവിടെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ അപകടത്തിൽ പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തരാമെന്ന ചർച്ച നടത്തി. പക്ഷേ ഈ ജൻസിയിൽപ്പെട്ട ഇവര് അത് അംഗീകരിച്ചില്ല. അത് അംഗീകരിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇവരെ രാജ്യദ്രോഹികളെന്ന് നമുക്ക് വിളിക്കേണ്ടി വന്നു. അതവര് ചെയ്തില്ല. അതൊരു മാന്യതയുടെ പേരിലായിരിക്കണം. അത് ജൻസികളല്ലേ? അപ്പൊ ജൻസികളാകുമ്പോ സ്വാഭാവികമായും അവരൊരു പ്രക്ഷോഭം നടത്തുമ്പോ ഇനി ജൻസികളല്ല എന്ന് തന്നെ വയ്ക്കുക, ഒരു പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് പലരും വരും, ചർച്ചകൾ നടത്തും. ഈ ചർച്ചകൾ നടത്തുന്നതിനെ തുടർന്ന് ഇവര് രാജ്യദ്രോഹികൾ എന്ന് വിളിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവര് രാജ്യദ്രോഹികളായി മാറുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വാദമുണ്ടല്ലോ. അതല്ല, ഞാനും അത് തന്നെ പറഞ്ഞ, രാജ്യദ്രോഹികളല്ല. പക്ഷെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞ ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത് കൊണ്ടും ആ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടും അതിനനുസരിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കിയത് കൊണ്ടും മാത്രമാണ് ഈ ജൻസികൾക്ക് പ്രക്ഷോഭം നടത്താൻ കഴിയുന്നത്. ചുവരുണ്ടെങ്കിലേ എഴുതാൻ കഴിയൂ. അതിനെ അപകടത്തിലാക്കുന്നതാണ് ഖാലിസ്ഥാൻ തീവ്രവാദം. പക്ഷെ അതുമായിട്ട് അവരിങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പൗരന്മാർക്ക് അവകാശം മാത്രമല്ല, അവരുടെ ചുമതലകളുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. അവിടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ എന്താണ്, സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്ന കേസുകൾ തുടരാം. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കേസുകൾ തുടരുമെന്ന്? ഈ ജുഡീഷ്യറി പറഞ്ഞാലും എക്സിക്യൂട്ടീവിന് ഒരു കാര്യം ചെയ്യാം, അവിടെ സാവധാനത്തിൽ പോകാം. ഇത് ചെയ്യും അവര്. ഈ കേസുകൾ ക്രൂരമായിട്ട് എടുക്കത്തില്ല. അങ്ങനെ ചെയ്യില്ലെന്നൊരു ഉറപ്പും ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. ഇപ്പോ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, ISF ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ എല്ലാം തന്നെ അവർക്ക് ഒപ്പം നിൽക്കുകയും ഇപ്പോ കപിൽ സിബൽ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം
തന്നെ 1 കോടി രൂപ, ഞാൻ അങ്ങനെയാണ് വായിച്ചത്. എനിക്ക് തെറ്റാണെങ്കിൽ കറക്റ്റ് ഒന്നര ചെയ്യേണ്ടതുണ്ട്. കോടി 1.5 കോടി, അങ്ങനെ അത്രയും രൂപയുടെ നിയമസഹായം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റുമോ? കേന്ദ്രം, കപിൽ സിബൽ, യോഗേന്ദ്ര യാദവ്, ഇങ്ങനെ പ്രശാന്ത് ഭൂഷൺ ഇന്ത്യക്ക് എങ്ങനെ കുഴപ്പം ഉണ്ടാക്കാമെന്ന് നോക്കി എവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ പരാതിയിൽ ഇറങ്ങുന്നല്ല വക്കീലന്മാരാണ്. ഇന്ത്യക്കും ഗവൺമെന്റിനും മോദി ഗവൺമെന്റ് അവർ സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന ശരിയാണ്, മിടുക്കന്മാരായിട്ടുള്ള ഖ്യാതി കേട്ടിട്ടുള്ള അഭിഭാഷകരാണ്. അവര് നിലകൊള്ളുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം പുലരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്ത് ജനാധിപത്യം? ജസ്റ്റിസ് മള്ളൂർ ജുഡീഷ്യറി പുലരാൻ വേണ്ടിയായിരുന്നോ? മള്ളൂരും 1000 രൂപയും ഉണ്ടെങ്കിൽ ഏത് ക്രിമിനലിനും രക്ഷപ്പെടാമെന്ന് പറയുന്നത്? ഈ രാജ്യത്ത് കൊന്നിട്ട് രക്ഷപ്പെടാൻ പോകുന്ന ആൾക്കാരെ സഹായിക്കുന്നതാണോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്? അതുപോലെ ചെയ്യുന്ന, രാജ്യദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ. രാജ്യത്തിന്റെ മോദിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് നീച മാർഗങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അവര്. ഒരു ഭരണാധികാരി ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ശരി, അവർക്ക് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാകുമ്പോ എന്താ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാത്ത? കേരളത്തിൽ PSCയുടെ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോ എന്താ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാത്തത്? ഇത് സെലക്ടഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ ദുഷ്ടമായ രാഷ്ട്രീയമുണ്ട്. അവർക്ക് ഇപ്പോഴുള്ള ഭരണകൂടത്തോടാണ് സംവദിക്കാൻ പറ്റുക. കഴിഞ്ഞു പോയ ഭരണകൂടത്തോടെ എങ്ങനെയാണ്? ഇപ്പോഴും ഉണ്ടല്ലോ ഗവൺമെന്റ്. ഇപ്പോഴിരിക്കുന്ന കർണാടകത്തിലെ ഗവൺമെന്റ് ആണ് ഈ തെറ്റുകൾ വരുത്തി വയ്ക്കുന്നത്. ഒരു അന്വേഷണവും ഇല്ല, ഒരു പ്രക്ഷോഭവും ഇല്ല. ഈ കേരളത്തിൽ ഇപ്പോഴിരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്തമുള്ള പരിപാടിയാണ് ഈ PSC ടെസ്റ്റ് നടന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് അവർക്കല്ലേ ഉത്തരവാദിത്തം? പഴയ ഗവൺമെന്റ് അല്ലത്. പഴയ ഗവൺമെന്റ് എങ്കിൽ CPM ആണ്. PSCയിൽ ബോർഡിൽ അംഗങ്ങളെ വെച്ചത് CPM ആണ്. അവർ രണ്ടുപേരും തുല്യ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്തുകൊണ്ടാണ് PSC അഴിച്ചു പണിയാത്തത്? പുതിയ ഗവൺമെന്റ് വന്നിട്ടും അവിടെ എന്താ ജൻസിയുടെ ആളുകൾ എന്തോ? കേരളത്തിലെ ജൻസി ഇല്ലേ? കേരളത്തിൽ ജൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല. ഒരു പ്രൊട്ടസ്റ്റ് ഡൽഹി കേന്ദ്രീകരിച്ച് തുടങ്ങുന്നു, അത് രാജ്യം മുഴുവൻ വ്യാപിക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഓരോ ഭാഗത്ത് നിന്നേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തി, അവർ വിജയം കാണുന്നു, അതിനുശേഷമല്ലേ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് സെലക്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റിനെതിരെയാണ്. ഈ ജൻസി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ? കോൺഗ്രസ് UPAയുടെ കാലത്ത് ജൻസി ഇല്ലായിരുന്നു. നമ്മളെല്ലാം ജൻസി ആയിരുന്നവരല്ലേ? അത് കഴിഞ്ഞല്ലേ വയസ്സന്മാരാകുന്നു. ഇവരും വയസ്സന്മാരാകുന്നേ. ഈ ജൻസി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങ് ജൻസി ആയിട്ടിരിക്കുന്നവരല്ലല്ലോ. അപ്പൊ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. അതേസമയം ഇവിടെ എന്ത് ഐഡിയോളജിയാണുള്ളത്? ഇവിടെ ജയപ്രകാശ് നായരുടെ നേതൃത്വത്തിൽ നടന്നു, വിപ്ലവം നടന്നു. അവർക്ക് ആദർശങ്ങൾ ഉണ്ടായിരുന്നു. നവനിർമ്മാൺ സമിതിയുടെ നേതൃത്വത്തിലുള്ളത്, അതുപോലെ തന്നെ ലോക സംഘർഷൻ സമിതിയുടെ നേതൃത്വത്തിലുള്ളത് സമ്പൂർണമായിട്ടുള്ള വിപ്ലവമായിരുന്നു അത്. അഴിമതിക്കെതിരെയുള്ളത്. എന്താ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ അഴിമതി നടക്കുമ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ PSC ടെസ്റ്റ് സംസ്ഥാനങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അവിടെ നടക്കുമ്പോൾ എതിർപ്പിന്റെ ഒരു ലെവലേശം പോലും ഇല്ലാതെ ജുഡീഷ്യറി പറയുമ്പോഴും അത് ഗവൺമെന്റിനെതിരെ ഞങ്ങൾ സമരം നടത്തുമെന്നുള്ള ഭീഷണി മുടക്കുന്നത് ശുദ്ധമായ വിവരക്കേടാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവരെന്താ പറഞ്ഞിരുന്നത്? ഇവരുടെ ആദ്യത്തെ കാലത്ത് നിങ്ങൾക്ക് 12 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ചെലവാക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ അലസന്മാരാണെങ്കിൽ ഞങ്ങളോടൊപ്പം പോവുക. നമ്മുടെ ഈ രാജ്യത്തെ യുവാക്കളെ അലസന്മാരാക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ജൻസി പ്രസ്ഥാനം? അതാണോ ഊർജ്ജസ്വലതയെ അലസതയാക്കി മാറ്റുന്ന, അങ്ങനെ ആക്കി എടുക്കുന്നതാണോ? അവരുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അവരെന്താ പറഞ്ഞിരുന്നത്? ഒരു ജഡ്ജി റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തെ പിന്നെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ചുമതല നൽകരുതെന്നല്ലേ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഈ പ്രക്ഷോഭം. അതുപോലെ തന്നെ അവർ പറഞ്ഞ വേറെയും ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതിൽ നിന്ന് അവർ വ്യതിചലിച്ചിരിക്കുകയാണ്. ഞാൻ പറയാം, ഓരോന്നായിട്ട് പറയാം. അവർ നോ പോസ്റ്റ് ഫോർ റിട്ടയർ രാജ്യസഭ സീറ്റ്സ് ഫോർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസസ്. കോടതിയിലെ ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്യരുത്. പിന്നെ അക്കൗണ്ടബിലിറ്റി ഫോർ ഡെലിഷൻ ഓഫ് ലെജിറ്റിമേറ്റ് വോട്ടർമാരുടെ പേര് മാറ്റിയതിനെതിരെ നടപടികൾ ഉണ്ടാവണം, അതിനൊരു സുതാര്യത ഉണ്ടാവണം. ഇതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് വല്ല ബന്ധപ്പെട്ടതാണോ? അപ്പോൾ ഒരു വിഷയം വന്നു, അതിൻ്റെ പുറകെ കയറിയാൽ
നമുക്ക് സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ കയറി അത് ആൾക്കാരെ അവർ സ്കോർ ചെയ്തിട്ടുണ്ട്, അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ പല വിഘടനവാദികളും അതുപോലെ തന്നെ പല തീവ്രവാദികളും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഗ്നത പ്രദർശനം നടത്തുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഉൾപ്പെടെയുള്ളവർ കയറിയിട്ടുണ്ട്. അതിൻ്റെ പബ്ലിക് ഡൊമൈനിൽ അതിൻ്റെ എല്ലാം വീഡിയോ ലഭ്യമാണ്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇതെല്ലാം എല്ലാം ഒറ്റപ്പെട്ട പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു കൂട്ടായ സംഭവമായിട്ട് മാറുന്നത്. ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുക. അത് വരാൻ പാടില്ല. അത് നിയന്ത്രിക്കേണ്ടത് ആരാണ്? പോലീസിനെ നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റ് ആണെന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഈ ശക്തികളെ, ഈ അശ്ലീല ശക്തികളെ, പ്രദർശനക്കാരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം സമരം നടത്തുന്നവർക്കില്ലേ? അവർക്ക് ഉത്തരവാദിത്വം. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്. അത് നിയന്ത്രിക്കാതിരുന്നിട്ട് ഞങ്ങളുടെ സമയം എന്ന് പറയും. എന്നിട്ട് ഈ കുട്ടികൾ അവിടെ സമരം നടത്തിയ കുട്ടികൾക്ക് എങ്ങോട്ട് പോകണോ എങ്ങനെ പോകണമെന്ന് അറിയാതെ അവിടെ അലഞ്ഞപ്പോൾ, അവർ പട്ടിണി കിടന്നപ്പോൾ തൊട്ടടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഘോഷം നടത്തുകയായിരുന്നു ഈ പറയുന്ന മൂവർ സംഘം. അത് മര്യാദയാണോ? അവസാനത്തെ ആളും അവിടെ നിന്ന് പോവാതെ ഈ സമരം നയിക്കുന്ന ആൾക്കാർ പോകാൻ പാടുണ്ടോ? ഇതിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള വിവരക്കേടും നേതൃശേഷിയില്ലായ്മയും അത് ശരിയായിട്ടുള്ളൊരു നിലപാടുമല്ല അവർ കാണിച്ചതെന്ന് ഞാൻ പറയാൻ കാര്യം. പരിചയക്കുറവുണ്ടായിരിക്കാം, പക്ഷേ തിരുത്തപ്പെടേണ്ട പരിചയക്കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുന്നത്. ജുഡീഷ്യറി ഇല്ലെങ്കിൽ, ജനാധിപത്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് പിന്നെ നീതി നൽകാനുണ്ടാവുക? അമേരിക്കൻ ട്രംപാണോ നിങ്ങൾക്ക് നീതി തരാൻ വരിക? അതോ ഖാലിസ്ഥാൻ തീവ്രവാദികളാണോ? നിങ്ങൾ സിഖുകാരല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയെണ്ണത്തിനെ വെച്ചേക്കത്തില്ല. നിങ്ങൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നിങ്ങളെയും കൂടെ തട്ടും. അവർക്ക് മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം. നിങ്ങളുടെ നീതിയൊന്നും അല്ല അവർക്ക് വേണ്ടത്. ആഗോള പാൻ ഇസ്ലാമിക് രാഷ്ട്രമാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വിധ്വംസക ശക്തികൾക്ക് അറിയാതെ അഴിപ്പെട്ടു പോകുന്ന നിങ്ങളുടെ പരിചയക്കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റിന് അവിടെ കീഴടങ്ങി കൊടുത്ത് ഇമ്രാൻ മസൂദിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ, യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത്. അതുപോലൊരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനർത്ഥം നമ്മൾ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കും വിധ്വംസക ശക്തികൾക്കും രാജ്യവിരുദ്ധർക്കും വഞ്ചകർക്കും ഒറ്റുകൊടുക്കുന്നവർക്കും കീഴ്പ്പെട്ടു എന്നല്ല. അതിനുള്ള നടപടികൾ ഇനി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ജൻസിയൊന്നും ഭയക്കുകയില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ജൻസിയുടെ പ്രക്ഷോഭത്തിൽ വളരെ ഹ്യൂമെയിനായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മുടെ തലമുറയെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഈ തലമുറ എന്ന് പറയുന്ന ജൻസി മാത്രമല്ല, വയസ്സായവരും തലമുറ പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾ ഗവൺമെന്റ് നോക്കിയാൽ പോരാ, എല്ലാ 140 കോടി ജനങ്ങളുടെയും താല്പര്യം നോക്കേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക ആനുകൂല്യങ്ങൾ അങ്ങനെ ഈ ഭരണഘടന അനുശാസിക്കുന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഈ കോക്രോച്ച് പാർട്ടി പറയുന്നുണ്ട് 50% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കും. ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. 50% തന്നെ കൊടുക്കണം സ്ത്രീകൾക്ക്. കാരണം ഏകദേശം സ്ത്രീകളുടെ എണ്ണമാണ് ഇന്ത്യയിൽ കൂടുതലുള്ള പുരുഷന്മാരെക്കാൾ. 50% സംവരണം ഉള്ളത് എന്നുള്ളതിനോട് ഞാൻ 100% യോജിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യോജിക്കാവുന്ന പല മേഖലകളും ഇവരുടെ കാര്യങ്ങളിൽ ഉണ്ട്. പക്ഷേ ഇവർക്ക് നിയന്ത്രണ ശക്തി വേണം. ഈ ശിവൻ പറയാറുണ്ടല്ലോ, പാവിയെ ശിവൻ തൊട്ടാൽ ശിവനും പാവിയാവുമെന്ന്. നിങ്ങൾ ശിവനായിരിക്കാം, പക്ഷെ ഈ പാവികളായിട്ടുള്ള നഗ്നതാ പ്രദർശനക്കാരെയും വിധ്വംസക പ്രവർത്തകരെയും വിഘടനവാദികളെയും അവിടെ അടുപ്പിക്കുക വഴി നിങ്ങൾ അശുദ്ധരായിട്ട് തീരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഈ പ്രസ്ഥാനം അണയുന്നതിനാണ് ഇടയാക്കുക. അതാണ്, അതൊരു ശക്തിയല്ല, അത് നിങ്ങളുടെ ദൗർബല്യമാണ്.